നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്നത് SQLലെ മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻസ് ആണ്. സോ ഇതിൽ ആദ്യമായി വരുന്നത് ABS എന്ന് പറയുന്ന ഫംഗ്ഷനാണ്. സോ ABS എന്ന് പറയുന്ന ഫംഗ്ഷൻ ഒരു സംഖ്യയുടെ അബ്സല്യൂട്ട് വാല്യൂ കാണുന്നതിന് വേണ്ടിയാണ്, അതായത് ആ സംഖ്യയുടെ നോൺ നെഗറ്റീവ് വാല്യൂ കാണുന്നതിന് വേണ്ടിയാണ് നമ്മൾ ABS എന്ന് പറയുന്ന ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത്. സോ നമ്മൾ ABS -123 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിൻ്റെ നോൺ നെഗറ്റീവ് വാല്യൂ ആയ 123 ലഭിക്കുന്നതായിരിക്കും. സോ നമുക്ക് എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം. സോ നമുക്ക് 123 ലഭിക്കുന്നു. സോ ഞാനിവിടെ -10 കൊടുത്തു കഴിഞ്ഞാൽ സെലക്ട് ചെയ്ത് ഞാൻ എക്സിക്യൂട്ട് ചെയ്യുന്നു. എനിക്ക് 10 ലഭിക്കുന്നു. അതിൻ്റെ നോൺ നെഗറ്റീവ് വാല്യൂ ആയ 10 ലഭിക്കുന്നു. സോ ഒരു സംഖ്യയുടെ നോൺ നെഗറ്റീവ് വാല്യൂ അഥവാ അബ്സല്യൂട്ട് വാല്യൂ കാണുന്നതിന് വേണ്ടിയാണ് നമ്മൾ ABS ഈ ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത്. പിന്നെ വരുന്നത് AVG എന്ന് പറയുന്നത് ആവറേജ് എന്ന് പറയുന്ന ഫംഗ്ഷനാണ്. സോ ആവറേജ് എന്ന് പറയുന്ന ഫംഗ്ഷൻ നമ്മൾ ഉപയോഗിക്കുന്നത് ഒരു കൂട്ടം സംഖ്യകളിൽ നിന്നും നമുക്കൊരു അതിൻ്റെ ആവറേജ് കാണുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. സോ നമ്മളിവിടെ ചെയ്യുന്നത് നമ്മുടെ സ്റ്റുഡൻറ്റ് 1 എന്ന് പറയുന്ന ടേബിളിലെ സ്റ്റുഡൻസിൻ്റെ ഏജ്, അവരുടെ ആവറേജ് ഏജ് ആണ് നമ്മൾ കാണുന്നത്. അത് നമ്മൾ ന്യൂ നമ്പർ എന്ന് പറയുന്ന അല്ലെങ്കിൽ നമുക്കിവിടെ കോളം നെയിം AVG ഏജ് എന്ന് കൊടുക്കാം. ആവറേജ് ഏജ് എന്ന് പറയുന്ന പുതിയ ഫീൽഡ് നമ്മൾ സ്റ്റോർ ചെയ്യുന്നു. സോ നമുക്കത് സെലക്ട് ചെയ്ത് എക്സിക്യൂട്ട് ചെയ്യാം. എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റുഡൻറ്റ് ടേബിളിലെ കുട്ടികളുടെ ആവറേജ് ഏജ് എന്ന് പറയുന്നത് 19.4 ആണ്. സോ നമ്മുടെ സ്റ്റുഡൻറ്റ് ടേബിൾ എന്ന് പറയുന്നത് ഇതായിരുന്നു. സോ ഇതായിരുന്നു അവരുടെ ഏജ്. ഈ എല്ലാ ഏജും കൂട്ടിയതിന് ശേഷം അതിനെ അത്രയും നമ്പർ കൊണ്ട് ഹരിച്ച് കഴിഞ്ഞാൽ കിട്ടുന്ന ഒരു റിസൾട്ടാണ് അതിൻ്റെ ആവറേജ് എന്ന് പറയുന്നത് 19.4 എന്ന് പറയുന്നത്. പിന്നെ വരുന്ന ഫംഗ്ഷൻ എന്ന് പറയുന്നത് സീലിംഗ് എന്ന് പറയുന്ന ഫംഗ്ഷനാണ്. സീലിംഗ് എന്ന് പറയുന്ന ഫംഗ്ഷൻ നമ്മളൊരു സംഖ്യ റൗണ്ട് ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നു. സീലിംഗ് നമ്മളൊരു സംഖ്യയിൽ ഉപയോഗിക്കുകയാണെങ്കിൽ, റൗണ്ട് ചെയ്യാൻ ഉപയോഗിക്കുകയാണെങ്കിൽ ആ സംഖ്യയുടെ നെക്സ്റ്റ് ഹയർ നമ്പറിലോട്ട് അത് റൗണ്ട് ചെയ്യുന്നതായിരിക്കും. സോ ഉദാഹരണമായി ഞാനിവിടെ 25.3 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇത് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് പുതിയ നമ്പർ 26 ആയിരിക്കും ലഭിക്കുന്നത്. അത് 25.9 കൊടുത്തു കഴിഞ്ഞാലും എനിക്ക് 26 ആയിരിക്കും ലഭിക്കുന്നത്. ഇതാണ് സീലിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ അടുത്ത ഹയസ്റ്റ് ഇൻറ്റിജറിലോട്ട് അത് റൗണ്ട് ചെയ്യുന്നതായിരിക്കും. പിന്നെ വരുന്നത് ഫ്ലോർ എന്ന് പറയുന്ന ഫംഗ്ഷനാണ്. ഫ്ലോർ എന്ന് പറയുന്നത് നമ്മുടെ സീലിംഗിൻ്റെ നേരെ ഓപ്പോസിറ്റാണ്. ഒരു സംഖ്യയുടെ ലോവസ്റ്റ് നമ്പറിലോട്ടായിരിക്കും അത് റൗണ്ട് ചെയ്യുന്നത്. ഉദാഹരണമായി ഞാനിവിടെ ഫ്ലോർ 25.8 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് 25 ആയിരിക്കും ലഭിക്കുക. ഉദാഹരണമായി ഞാൻ 25.1 കൊടുത്തു കഴിഞ്ഞാലും എനിക്കതിൻ്റെ ലോവസ്റ്റ് നമ്പറായ 25ലോട്ടായിരിക്കും അത് റൗണ്ട് ചെയ്യുന്നത്. ഈ രീതിയിലായിരിക്കും റൗണ്ട് ചെയ്യുന്നത്. പിന്നെ വരുന്നത് റൗണ്ട് എന്ന് പറയുന്ന ഫംഗ്ഷനാണ്. റൗണ്ട് എന്ന് പറയുന്ന ഫംഗ്ഷൻ നമ്മൾ സാധാരണ ഒരു സംഖ്യ റൗണ്ട് ചെയ്യുന്ന രൂപത്തിലാണ് അത് റൗണ്ട് ചെയ്യുന്നത്. അതായത് ഇപ്പോൾ 25.5 ആണെങ്കിൽ നമുക്ക് 26 ലഭിക്കും. 25.4 ആണെങ്കിൽ നമുക്ക് 25 ലഭിക്കും. സോ സാധാരണ രീതിയിലാണ് അത് റൗണ്ട് ചെയ്യുന്നത്. സോ നമുക്ക് ഇത് എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം. എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 25.5 ആണെങ്കിൽ 26 ലഭിക്കും. അതുപോലെ 25.9 ആണെങ്കിലും നമുക്ക് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ 26 ലഭിക്കും. അതുപോലെ 25.4 ആണെങ്കിൽ നമുക്ക് 25 ലഭിക്കുന്നതായിരിക്കും. സോ ഇത്തരത്തിൽ നമ്മൾ സാധാരണ രീതിയിൽ റൗണ്ട് ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് റൗണ്ട് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഉപയോഗിക്കാം. ഇതിന് അതുപോലെ മറ്റൊരു പാരാമീറ്റർ കൂടി കൊടുത്തു കഴിഞ്ഞാൽ, ഉദാഹരണമായി ഞാൻ 434 എന്ന് കൊടുത്തതിന് ശേഷം കോമ കൊടുത്ത ശേഷം 2 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ അടുത്ത രണ്ട് സംഖ്യയിലോട്ട് ഡെസിമൽ പ്ലേസിലെ രണ്ട് സംഖ്യയിലോട്ട് ഇത് റൗണ്ട് ചെയ്യുന്നതായിരിക്കും. സോ ഞാൻ സെലക്ട് ചെയ്ത് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ 25.43 ലഭിക്കും. ഉദാഹരണത്തിന് ഞാൻ 25.435 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എനിക്കിവിടെ റിസൾട്ട് 25.44 ലഭിക്കുന്നതായിരിക്കും. ഇത് നമ്മുടെ ഡെസിമൽ പ്ലേസിലെ രണ്ട് സംഖ്യയിലോട്ട് റൗണ്ട് ചെയ്യുന്നതായിരിക്കും. സോ 3 കൊടുക്കുന്നതെങ്കിൽ 3 സംഖ്യയിലോട്ട് റൗണ്ട് ചെയ്യുന്നതായിരിക്കും. ഞാനിവിടെ കുറച്ചുകൂടി നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കാം. സോ ശേഷം എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡെസിമൽ പോയിൻറ്റിന് ശേഷം നമുക്ക് 3 സംഖ്യ ലഭിക്കുന്നതായിരിക്കും. സോ ഇത്തരത്തിൽ നമുക്ക് കോമ കൊടുത്ത് എത്ര ഡെസിമൽ ഡിജിറ്റ് വേണമെങ്കിൽ നമുക്കിവിടെ ആ നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ അത്രയും നമ്പറിലോട്ട് അത് റൗണ്ട് ചെയ്യുന്നതായിരിക്കും. നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്നത് കൗണ്ട് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷനാണ്. ഓക്കെ, കൗണ്ട് എന്ന് പറയുന്ന ഫംഗ്ഷൻ. സോ നമ്മളിവിടെ നമ്മുടെ ടേബിൾ ആണ് ഉപയോഗിക്കുന്നത്. സ്റ്റുഡൻറ്റ് എന്ന് പറയുന്ന ടേബിളിലെ സ്റ്റുഡൻറ്റ് ID എന്ന് പറയുന്ന ഫീൽഡാണ് നമ്മളിവിടെ സെലക്ട് ചെയ്തത്. സോ അതിനെ നമ്മൾ കൗണ്ട് എന്ന് പറയുന്ന ഫംഗ്ഷനുള്ളിൽ കൊടുത്തു. സോ നമുക്ക് എത്ര സ്റ്റുഡൻറ്റ് ഉണ്ടെന്ന് നമുക്ക് ഇതിൽ നിന്ന് കാണാൻ സാധിക്കും. അത്ര റെക്കോർഡ് ഉണ്ടെന്ന് ഇത് കൗണ്ട് ചെയ്യുന്നതായിരിക്കും. സോ ഞാൻ സെലക്ട് ചെയ്ത് എക്സിക്യൂട്ട് ചെയ്യുന്നു. എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ടേബിളിൽ 10 സ്റ്റുഡൻ്റ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ആ 10 എന്ന് പറയുന്ന റിസൾട്ട് നമുക്ക് ലഭിക്കുന്നു. ഇതുപോലെ ഒരു ടേബിളിൽ എത്ര റെക്കോർഡ് ഉണ്ടെന്ന് കാണുന്നതിന് വേണ്ടി നമുക്ക് കൗണ്ട് എന്ന് പറയുന്ന ഈ ഒരു ഫംഗ്ഷൻ ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്നത് മാക്സ് എന്ന് പറയുന്ന ഫംഗ്ഷനാണ്. മാക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഒരു സെറ്റ് ഓഫ് വാല്യൂസിൽ ഏറ്റവും മാക്സിമം വാല്യൂ കാണുന്നതിന് വേണ്ടിയാണ്. സോ നമ്മളിവിടെ നമ്മുടെ ടേബിളിലെ ഏജ് എന്ന് പറയുന്ന ഫീൽഡാണ് സെലക്ട് ചെയ്തത്. അതിലുള്ള ഏജുകളിൽ ഏറ്റവും
മാക്സിമം ഏജിനെയാണ് നമ്മൾ ഈ ഒരു ക്വറി റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കുക. സോ ഞാൻ ഇത് സെലക്ട് ചെയ്ത് എക്സിക്യൂട്ട് ചെയ്യുന്നു. സോ നമ്മുടെ ടേബിളിലെ മാക്സിമം ഏജ് എന്ന് പറയുന്നത് 32 ആണ്. സോ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇതാണ് നമ്മുടെ ടേബിൾ എന്ന് പറയുന്നത്. ഇതിൽ ഏറ്റവും വലിയതെന്ന് പറയുന്നത് 32 ആണ്. ഓക്കെ, ബാക്കിയെല്ലാം അതിന് താഴെയാണ്. സോ അതുപോലെ മാക്സിമം പോലെ തന്നെയാണ് അതുപോലെ മാക്സ് ഫംഗ്ഷൻ പോലെ തന്നെയുള്ള മറ്റതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു ഫംഗ്ഷനാണ് മിൻ എന്ന് പറയുന്നത്. അതായത് മിനിമം വാല്യൂ കാണുന്നതിന് വേണ്ടിയുള്ളതാണ്. ഇവിടെയും നമ്മൾ സെയിം ഏജ് എന്ന് പറയുന്ന ആ ഒരു കോളമാണ് സെലക്ട് ചെയ്തത്. സോ നമ്മൾ സ്റ്റുഡൻറ്റ് എന്ന് പറയുന്ന ടേബിളിൽ ഏജ് എന്ന് പറയുന്ന കോളം സെലക്ട് ചെയ്തു. ഇതിൽ നമുക്ക് മിനിമം ഏജ്, ഏറ്റവും ചെറിയ ഏജ് ആരുടേതാണെന്ന് നമുക്ക് ഇതിന് കാണാൻ സാധിക്കും. സോ ഞാൻ സെലക്ട് ചെയ്ത് എക്സിക്യൂട്ട് ചെയ്യുന്നു. സോ 12 ആയിരുന്നു നമ്മുടെ മിനിമം ഏജ് എന്ന് പറയുന്നത്. സോ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. സോ ഇതിലെ നമ്മുടെ ടേബിളിലെ ഏറ്റവും ചെറിയ വയസ്സെന്ന് പറയുന്നത് 12 ആണ്. സോ ഇങ്ങനെ നമുക്ക് മിനിമം മാക്സിമം ഉപയോഗിക്കാം. അടുത്ത ഫംഗ്ഷൻ എന്ന് പറയുന്നത് പൈ എന്ന് പറയുന്ന ഫംഗ്ഷനാണ്. നമുക്ക് അറിയാം പൈയുടെ വാല്യൂ കാണുന്നതിന് വേണ്ടിയുള്ള ഫംഗ്ഷനാണ്. പൈൻ്റെ വാല്യൂ നമുക്ക് എല്ലാവർക്കും അറിയാം 3.145 സംതിങ് ആണ്. സോ നമ്മൾ സെലക്ട് ചെയ്ത് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത് പൈയുടെ വാല്യൂ ഇവിടെ 3.1415 നമുക്ക് ലഭിക്കുന്നതായിരിക്കും. സോ പൈയുടെ വാല്യൂ കാണുന്നതിന് വേണ്ടി നമുക്ക് പൈ എന്ന് പറയുന്ന ഈ ഫംഗ്ഷൻ ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. അടുത്ത ഫംഗ്ഷൻ എന്ന് പറയുന്നത് റാൻഡ് എന്ന് പറയുന്ന ഫംഗ്ഷനാണ്. സോ നമ്മൾ റാൻഡം നമ്പർ കാണുന്നതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നു. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഫംഗ്ഷനാണ്. നമ്മളിത് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ 0നും 1നും ഇടയിലുള്ള റാൻഡം നമ്പർ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. സോ നമുക്ക് എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം. സോ നമുക്ക് 0.09 എന്ന് ലഭിക്കുന്നു. ഒന്നും കൂടി എക്സിക്യൂട്ട് ചെയ്താൽ മറ്റൊരു നമ്പർ ലഭിക്കും. ഓക്കെ, അങ്ങനെ 0ക്കും 1നും ഇടയിലുള്ള നമ്പർ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. ഉദാഹരണമായി എനിക്ക് 0നും 10നും ഇടയിലുള്ള നമ്പറാണ് വേണ്ടതെങ്കിൽ എനിക്കിതിനെ 11 കൊണ്ട് ഗുണിച്ചതിൻ്റെ ശേഷം എനിക്ക് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ 0നും 10നും ഇടയിലുള്ള ഇതുപോലെയുള്ള നമ്പർ, റാൻഡം നമ്പർ എനിക്ക് ലഭിക്കുന്നതായിരിക്കും. ഓരോ തവണ നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ പുതിയ നമ്പർ കമ്പ്യൂട്ടർ ജനറേറ്റ് ചെയ്യുന്നതായിരിക്കും. സോ ഇതിപ്പോൾ പോയിൻ്റുള്ള നമ്പറാണ് നമുക്ക് ലഭിക്കുന്നത്. സോ നമ്മൾ നേരത്തെ പഠിച്ച ഫ്ലോർ എന്ന് പറയുന്ന ആ ഒരു ഫംഗ്ഷൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്കിതിനെ റൗണ്ട് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. സോ നമുക്ക് ഇനി എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ 3, 6, 9 അതുപോലെ 0നും 10നും ഇടയിലുള്ള നമ്പർ എനിക്ക് ലഭിക്കുന്നതായിരിക്കും. സോ എനിക്ക് 0നും 100നും ഇടയിലുള്ളതാണ് വേണ്ടതെങ്കിൽ 101 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ 0നും 100നും ഇടയിലുള്ള 100 ഉൾപ്പെടെ 100നും ഇടയിലുള്ള നമ്പർ ലഭിക്കുന്നതായിരിക്കും. നമ്മളിവിടെ 101 കൊടുക്കാൻ കാരണം നമുക്ക് 0 മുതൽ 100 വരെ ലഭിക്കുന്നതിന് വേണ്ടിയാണ്. സോ നമ്മളിവിടെ 100 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് 100 ലഭിക്കില്ല. 0 മുതൽ 99 വരെ മാത്രമേ ലഭിക്കുകയുള്ളൂ. ഇത്തരത്തിൽ റാൻഡം നമ്പർ ജനറേറ്റ് ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് റാൻഡ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഉപയോഗിക്കാം. പിന്നെ വരുന്നത് SQRT എന്ന് പറയുന്ന ഫംഗ്ഷനാണ്. സോ നമുക്ക് എല്ലാവർക്കും പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും ഒരു സംഖ്യയുടെ സ്ക്വയർ റൂട്ട് കാണുന്നതിന് വേണ്ടിയാണ്. സോ ഞാനിവിടെ SQRT 9 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ 9ൻ്റെ സ്ക്വയർ റൂട്ട് നമുക്ക് ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, അതുപോലെ ഞാൻ 100 കൊടുത്തു കഴിഞ്ഞാൽ 100ൻ്റെ സ്ക്വയർ റൂട്ട് ഈ രീതിയിൽ എനിക്ക് ലഭിക്കുന്നതായിരിക്കും. ചിത്രത്തിൽ സ്ക്വയർ റൂട്ട് കാണുന്നതിന് വേണ്ടി നമുക്ക് SQRT എന്ന് പറയുന്ന ഈ ഫംഗ്ഷൻ ഉപയോഗിക്കാം. പിന്നെ വരുന്നത് സം കാണുന്നതിന് വേണ്ടിയാണ്. സോ നമുക്കൊരു ടേബിളിലെ നമുക്കൊരു സെറ്റ് ഓഫ് വാല്യൂസിൻ്റെ സം കാണുന്നതിന് വേണ്ടി നമുക്ക് ഈ സം എന്ന് പറയുന്ന ഫംഗ്ഷൻ ഉപയോഗിക്കാം. ഉദാഹരണമായി ഞാനിവിടെ നമ്മുടെ ടേബിളിലെ ടേബിളിലെ സ്റ്റുഡൻസിൻ്റെ ഏജിൻ്റെ മൊത്തം സമ്മാണ് കാണുന്നത്. സോ നമ്മൾ ഒരു എക്സാമ്പിളിന് വേണ്ടി ചെയ്യുകയാണ്. യാതൊരു ലോജിക്കും ഇല്ലാത്ത ഒരു കാൽക്കുലേഷനാണ്. സോ ടോട്ടൽ അവരുടെ ഏജ് കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് സം എത്ര കിട്ടുമെന്ന് നോക്കാം. സോ നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ഏജ് എന്ന് പറയുന്ന ഫീൽഡ് സെലക്ട് ചെയ്യുന്നു സ്റ്റുഡൻറ്റ് എന്ന് പറയുന്ന ടേബിളിൽ നിന്ന്. സോ നമുക്ക് റിസൾട്ട് ലഭിക്കുന്നത് ന്യൂ നമ്പർ എന്ന് പറയുന്ന കോളത്തിലായിരിക്കും. സോ നമുക്ക് സെലക്ട് ചെയ്ത് എക്സിക്യൂട്ട് ചെയ്യാം. എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 194 എന്ന് പറയുന്ന നമ്പർ ലഭിക്കുന്നു. സോ നമ്മുടെ സ്റ്റുഡൻറ്റ് ടേബിളിലെ എല്ലാ കുട്ടികളുടെയും ഏജ് കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 194 എന്ന് പറയുന്ന റിസൾട്ട് ലഭിക്കും. സോ ഒരു കൂട്ടം വാല്യൂസിൻ്റെ തുക കാണുന്നതിന് വേണ്ടി നമുക്ക് സം എന്ന് പറയുന്ന ഈ ഒരു ഫംഗ്ഷൻ ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. ഇതാണ് പ്രധാനപ്പെട്ട മാത്തമാറ്റിക്കൽ ഫങ്ഷൻസ്.